ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡോക്കറിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ ക്രാഷ് കോഴ്സ് ആണ്. ഇതൊരു 7-day ക്രാഷ് കോഴ്സ് എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന മേജറായുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഡോക്കർ സർട്ടിഫിക്കേഷൻ, ഒരു 3000 രൂപ വിലയുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് തരുന്നതാണ്. നിങ്ങളിത് എപ്പോൾ വീഡിയോ കാണുന്നതാണെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീ സപ്പോർട്ട് ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു കോഴ്സിന് ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീ സപ്പോർട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി തരുന്നതാണ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇൻ്റർവ്യൂ മെറ്റീരിയൽസ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും നിങ്ങളൊരു ജോബ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും അതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മെറ്റീരിയലും നമ്മൾ തരുന്നതാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നവർക്ക്. ഓക്കെ, പിന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. വെദർ നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റോ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റോ അറിയാത്ത ആണെങ്കിൽ പോലും സ്ക്രാച്ചിൽ നിന്ന് ഡോക്കർ പഠിക്കേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു കോഴ്സ്. മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് കണ്ടിട്ട് വരിക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ വിത്തൗട്ട് ഫെദറിൽ നമുക്ക് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ 1 സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡോക്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേര്. ഒരുപാട് ജോബ് ഡിസ്ക്രിപ്ഷനിലും കണ്ടിട്ടുണ്ടാവും ഡോക്ടർ എന്നുള്ള സംഭവം. അതെന്താണ് ഡോക്ടർ ആക്ച്വലി, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനീഷ്യലി പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം കുറച്ച് ഡോക്കറിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങളുണ്ട്, കുറച്ച് ടേംസ് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരും. അതിനുശേഷം ഈ ഡോക്കർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ എന്താണ് സ്കോപ്പ്, ലൈക്ക് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ, അല്ലെങ്കിൽ നിങ്ങൾ കരിയറിന് നല്ല സാലറി ഹൈക്ക് കിട്ടുമോ, അത്രയും എന്താണ് ഡോക്കറിൻ്റെ ട്രെൻഡ്, മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതിനുശേഷം ഫൈനലി നമ്മൾ എൻ്റെ വിത്ത് ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രഡീഷണൽ വേയിൽ നമ്മൾ നോർമലി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, പ്രൊജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും വെക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് എൻഡോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡോ, അതായത് ബാക്ക് എൻഡ് വെച്ചാൽ നോഡ് ജേസ്, പൈത്തണോ അല്ലെങ്കിൽ റിയാക്ട് ജേസ്, നെക്സ്റ്റ് ജേസ് അല്ലെങ്കിൽ എന്ത് ഫ്രെയിം വർക്ക് വെച്ചിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്, അത് ട്രഡീഷണൽ വേയിൽ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ മാത്രമേ ഉണ്ടാക്കൂ. ഓക്കെ, സോ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലാണ് ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുക. ബൈ ചാൻസ് നിങ്ങളെ ലാപ്ടോപ്പ് കേടായിപ്പോയി, അല്ലെങ്കിൽ ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീംമേറ്റ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ സെയിം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അവർക്കും ഇതേ പ്രൊജക്റ്റിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ട്രഡീഷണൽ വേയിൽ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ഈ പ്രൊജക്റ്റ് ചിലപ്പോൾ ഗിറ്റബിൽ പുഷ് ചെയ്തിട്ട് അത് ക്ലോൺ ചെയ്തെടുത്തിട്ട് മറ്റു ലാപ്ടോപ്പിൽ ചെയ്യും, അല്ലെങ്കിൽ പെൻഡ്രൈവ് വഴി നമ്മൾ കോപ്പി ചെയ്തിട്ട് മറ്റു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിൻ്റെ ലാപ്ടോപ്പിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ റൺ ചെയ്യാൻ നോക്കും. അങ്ങനെ വരുന്ന സമയത്ത് ചില ഇഷ്യൂസ് അടിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് വിൻഡോസിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ഡിപ്പെൻഡൻസീസ്, പാക്കേജസ്, അങ്ങനെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ടൂൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലാപ്ടോപ്പിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേറൊരു ലാപ്ടോപ്പിലേക്കാണ് ആ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ക്ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ വേയിൽ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ OS ചിലപ്പോൾ മാക് OS ആയിരിക്കാം, ഉബുണ്ടു ആയിരിക്കാം. അപ്പോൾ ആ ഒരു സിസ്റ്റം കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ്, അതായത് വെർഷൻ മിസ്മാച്ചിങ്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്ന് ട്രഡീഷണൽ വേയിൽ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ഒരുപാട് ഇഷ്യൂസ് വരാം. അത് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടേക്ക് ഒരുപാട് ടൈം എടുക്കും. സോ അങ്ങനെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ ട്രഡീഷണൽ വേയിൽ നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ഇങ്ങനെ ക്ലോൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. സോ അത് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്റ്റണ്ണിങ് ടൂളാണ് നമ്മൾ ഡോക്കർ എന്ന് പറയുന്നത്. ഈ ഡോക്കറിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ലോജിക്കായിട്ട് പഠിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വരുന്ന സ്ലൈഡിലും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നോൺ IT ഉള്ളവർ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഡോക്കർ വന്നപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡോക്കറിലേക്ക് നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് പുഷ് ചെയ്യുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഡോക്കറിലേക്ക് നമ്മൾ ഇടുന്നു. എന്നിട്ട് ഈ ഡോക്കർ വെച്ചിട്ട് നമ്മൾ അതർ ലാപ്ടോപ്സ്, വേറെ ഏതെങ്കിലും ലാപ്ടോപ്പിൽ നിന്ന് ഡോക്കർ വെച്ചിട്ട് നമ്മുടെ അതർ ലാപ്ടോപ്സിലേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ വെർഷനും ഡിപ്പെൻഡൻസി എല്ലാം നമ്മൾ ചെയ്ത ലാപ്ടോപ്പിൽ നിന്ന് ഈ ഒരു ഡോക്കറിലേക്ക് ഇട്ടിട്ടുണ്ടാവും. ഓക്കെ,
അപ്പോൾ വേറെ ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് ഡോക്കറിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, ടൂൾസ്, ഡിപ്പെൻഡൻസി, വെർഷൻസ് ഒക്കെ. അതിപ്പോൾ മാക് ആയാലും വിൻഡോസ് ആയാലും ഉബുണ്ടു ആയാലും എന്തായാലും ഡോക്കർ വെച്ചിട്ട് നമ്മൾ എടുത്ത് റൺ ചെയ്യുന്നതാണെങ്കിൽ ഇഷ്യൂ അടിക്കൂല, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ ഓക്കെ സോ നമ്മൾ ഡോക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബേസിക്കലി ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്കർ ഈസ് എ ടൂൾ ദാറ്റ് helps you package your application with everything it needs, code, tools, settings, so it runs the same everywhere, no matter which computer or server you are using. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഒരു ഒന്നുകൂടി ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലഞ്ച് ബോക്സ് എടുത്തു പോകുന്നു, അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഹാരങ്ങൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓഫീസിൽ വെച്ചിട്ടോ ക്യാൻറ്റീനിൽ വെച്ചോ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്ന പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് അതിൽ ഒരുപാട് ഡിപ്പെൻഡൻസിയും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ ലഞ്ച് ബോക്സ് എന്ന രീതിയിൽ ഇവിടെ ഡോക്കർ വർക്ക് ചെയ്യുന്നു, ഈ ഡോക്കറിലേക്ക് പുഷ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഡോക്കർ, അത് ഈ ലഞ്ച് ബോക്സ് നമുക്ക് ഏത് ലാപ്ടോപ്പിൽ വേണമെങ്കിലും എടുത്ത് റൺ ചെയ്യാൻ പറ്റും സിംപ്ലി. ഓക്കെ ഓക്കെ ഇനി അപ്പോൾ ജസ്റ്റ് കുറച്ച് ഡോക്കറുടെ കോൺസെപ്റ്റ്സ് ഉണ്ട് നമുക്ക് അറിയേണ്ടത്. അതായത് ഡോക്കർ ഇമേജ്, ഡോക്കർ കണ്ടെയ്നർ, ഡോക്കർ ഹബ്, ഡോക്കർ ഫയൽ. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ഇനി വരുന്ന സെഷൻസിൽ പറഞ്ഞു തരുന്നതാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് സംഭവങ്ങൾ. ഡോക്കർ ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഡിമെയ്ഡ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിൻ്റെ റെഡിമെയ്ഡ് ആപ്പ് പാക്കേജ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് ബോക്സ്, അതിൻ്റെ അകത്ത് ഒരുപാട് ഫുഡ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്കർ കണ്ടെയ്നർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമേജ് റണ്ണിങ് ആപ്പ്, അതായത് റണ്ണിങ് ആപ്പ് ക്രിയേറ്റഡ് ഫ്രം ദ ഇമേജ്. ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഇമേജ് റൺ ചെയ്യേണ്ട ഒരു ആപ്പ്, റണ്ണിങ് ആപ്പ് എന്ന് പറയാം കണ്ടെയ്നർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സെയിം ആസ് റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് ബോക്സ് ഉണ്ട്, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥലം. ഓക്കെ, പിന്നെയുള്ളത് ഡോക്കർ ഹബ്ബ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഡോക്കർ ഹബ്ബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ, അതായത് ഈ ഒരു കണ്ടെയ്നർ ഇപ്പോൾ റൺ ചെയ്യുന്ന കണ്ടെയ്നർ അല്ലേ, ഇതിൽ യൂസ് ചെയ്യുന്ന ഇമേജ്, ഈ ഒരു ഇമേജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഡോക്കർ ഹബ്ബ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡോക്കർ ഹബ്ബിലേക്ക് ഇടും. ഈ ഡോക്കർ ഹബ്ബിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ട് മറ്റുള്ള ലാപ്ടോപ്പിലും കാര്യങ്ങളൊക്കെ വിടുന്നത്. അതായത് ഇപ്പോൾ സെർവറിലാണെങ്കിലും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഡോക്കർ ഹബ്ബിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ ഏരിയയിൽ നമ്മൾ ഉണ്ടാക്കിയ ലഞ്ച് ബോക്സ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ സ്ഥലം ഒന്നുകിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാഗിൽ സൂക്ഷിക്കാം ലഞ്ച് ബോക്സ്. ഓക്കെ, പിന്നെയുള്ള ഡോക്കർ ഫയൽ. ഈ ഒരു ഡോക്കർ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു ഡോക്കർ ഫയൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ചെയ്തു, ആ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഡോക്കർ ഇമേജ് ഉണ്ടാക്കാൻ പറ്റൂ. റിയൽ ലൈഫ് എക്സാമ്പിളിൽ നമ്മൾ ലഞ്ച് ബോക്സിൽ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ചെക്ക് ലിസ്റ്റ് വേണം. അപ്പോൾ ആ ഒരു ചെക്ക് ലിസ്റ്റിനെ പറയുന്നതാണ് ഡോക്കർ ഫയൽ. മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാവും, സിമ്പിളാണ്. അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത് കരിയർ സ്കോപ്പ് ആൻഡ് സാലറിനെ പറ്റിയാണ്. നിങ്ങൾ 2020 മുതൽ 2025 വരെയുള്ള ട്രെൻഡ് നോക്കാം. കരിയർ സ്കോപ്പിൻ്റെ കേസിലാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ, ഇപ്പോൾ വെബ് ഡെവലപ്പിൻ്റെ കേസിൽ ഡോക്കറും കൂടി വന്നപ്പോൾ ഡോക്കറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാണാം 2020 2025 വന്നപ്പോൾ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള ഫീൽഡിനെ അപേക്ഷിച്ച് ഡോക്കറിൻ്റെ ഫീൽഡിൽ കുറച്ചും കൂടി വലിയ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ സാലറിൻ്റെ കേസിൽ 2020 ആവറേജ് സാലറിയിൽ നിന്ന് നല്ലൊരു ആവറേജ് സാലറിയിലേക്ക് ഡോക്കർ ഫീൽഡ് പോയിട്ടുണ്ട്. സോ ഡോക്കർ പഠിക്കുന്ന എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കിൽ അപ്ഗ്രേഡും പിന്നെ സാലറി ഹൈക്കിനും പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഫ്രഷേഴ്സിനായാലും നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഡോക്കറും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ലൊരു പാക്കേജ് നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് മെയിനായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ആണ്. ഓക്കെ, നമ്മളിതിപ്പോൾ വിൻഡോസ്, മാക് OS, ഉബുണ്ടു ഇത് മൂന്നിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മളെ വീഡിയോസിൽ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ മൂന്നിൻ്റെ ലിങ്കും കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, നിങ്ങൾക്ക് മാക് OSന് ഉബുണ്ടുവിന് വേണമെങ്കിൽ ഞാനൊരു ഡോക്യുമെൻറ്റേഷൻ പോലെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സെറ്റ് ചെയ്ത് തരുന്നതാണ്, സീനൊന്നുമില്ല. പിന്നെയുള്ളത് നമ്മുടെ സിസ്റ്റം റിക്വയർമെൻറ്റ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ച് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു 4 സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. അതുകൂടാതെ നമുക്ക് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇനി നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് പോവാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു UIയിലേക്ക് വരും, ഡോക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക്. ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡോക്കർ ഡെസ്ക്ടോപ്പ് ഓർ വിൻഡോസ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ ഇത് ഡൗൺലോഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് കുറച്ചൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ പറയുന്നുണ്ട് WSL സംഭവം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അത് ചില സമയത്ത് ഇൻബിൽഡ് ആയിട്ടുണ്ടാവും, ചില സിസ്റ്റത്തിൽ പക്ഷേ ഇൻബിൽഡ് ആയിട്ട് ഉണ്ടാവില്ല. അത് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ജസ്റ്റ് വിൻഡോസ് 6 ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഓക്കെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും ടെർമിനൽ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് WSL അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫുൾ സംഭവം വരണം. ഓക്കെ, ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ WSL//ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സംഭവം ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ ഫസ്റ്റ് ചെക്ക് കഴിഞ്ഞു. നമ്മളതിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഡബ്ല്യു യൂസേജ് സംഭവം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും വന്നില്ല, ഷോർട്ടായിട്ട് എന്തെങ്കിലും എറർ കാട്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. WSL അത് അങ്ങ് സെറ്റായി. രണ്ടാമത്തത് നമ്മുടെ സിസ്റ്റം റിക്വയർമെൻറ്റ്, അതായത് സിസ്റ്റം വെർഷൻ 21H2 ഇങ്ങനത്തെ സംഭവം ഉണ്ട്. ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വിൻഡോസ് R അടിച്ചിട്ട് ഇവിടെ മാറ്റിയിട്ട് വിൻഡോസ് വെർഷൻ ഷോർട്ട് ഫോം ആണ് വേറെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ചെയ്യും. ഇതിൽ 23H2 ആണ് എൻ്റെ യൂസ് ചെയ്യുന്നത്. സോ ഇത് വർക്കാവും. ഇവിടെ പറയുന്നത് 22H2 മുകളിലായിരിക്കണം എന്നാണ് പറയുന്നത്. സോ 23H2 ആണ് നമ്മളതിൽ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, വിൻഡോസ് 11 കാര്യമാണ് ഇത് പറയുന്നത്. വിൻഡോസ് 10 ആണെങ്കിൽ ഈ ഒരു സംഭവമാണുള്ളത്. ഓക്കെ, അതിന് കണക്കായിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. സോ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫീച്ചർ നമ്മൾ WSL2 ഫീച്ചർ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കണം. സംഭവം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു നോക്കുക. ടേൺ വിൻഡോസ് ഫീച്ചർ ഓൺ ആൻഡ് ഓഫ് ഓപ്പൺ ചെയ്യുക. ഇതിൽ താഴോട്ട് വരിക. ഇതിൽ വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഇടുക. ഓക്കെ അടിക്കുക. ഹലോ, ഓക്കെ. സോ സംഭവം എനാബിൾ ആവുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് സം ഫ്യൂ സെക്കൻഡ്സ്. അതവിടെ വെക്ക്. സോ ഇതിവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ടാവും. ഇനി അടുത്തത് നാലാമത്തെ നോക്കേണ്ടത്, ഇതൊന്ന് കുറച്ച് ടൈം എടുക്കും. അതിന് സമയത്തിന് പാരലി നമുക്ക് നാലാമത്തെ നോക്കാം. അത് Ctrl+Shift+Escape അടിക്കുക. അപ്പോൾ ഒരു സംഭവം വരും. ഇതിവിടെ നടന്നോട്ടെ, സീനില്ല. ഓക്കെ, വിൻഡോസ് കംപ്ലീറ്റ് റീബൂട്ട് റീസ്റ്റാർട്ട് നോ വേണ്ട, ഡോണ്ട് റീസ്റ്റാർട്ട് അടിക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വിൻഡോ വന്നത് Ctrl+Shift+Escape അടിച്ചിട്ട് ഇതിൽ രണ്ടാമത്തെ സംഭവം ക്ലിക്ക് ചെയ്യുക. CPU ഇതിലിവിടെ വന്നിട്ടുണ്ട് വിർച്വലൈസേഷൻ എനാബിൾഡ് എന്ന് കാണിക്കും. എനാബിൾഡ് ആയാൽ മാത്രമേ നമ്മുടെ ഡോക്ടർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യൂ. ഓക്കെ, ഇത് എനാബിൾഡ് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇത് എനാബിൾ ചെയ്യേണ്ട ഡോക്യുമെൻറ്റേഷൻ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പും നോക്കിക്കഴിഞ്ഞു, സെറ്റായിട്ടുണ്ട്. സംഭവം ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് പരിപാടി എന്നൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എസ് അടിക്കുക. ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് ടൈം എടുക്കും, പേടിക്കണ്ട. ടൈം എടുത്താലും നല്ല ഇൻ്റർനെറ്റിൽ സ്റ്റേബിൾ ആണെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ജസ്റ്റ് ഇവിടെ ക്ലോസ് ആൻഡ് റീസ്റ്റാർട്ട് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യണം. എന്നാലും മാത്രമേ സംഭവം കംപ്ലീറ്റ് ആയിട്ട് വർക്കാവും. ഓക്കെ, സോ ജസ്റ്റ് ക്ലോസ് ആൻഡ് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഡോക്കർ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ആക്സെപ്റ്റ് അടിക്കുക. യെസ്, ഡോക്കർ ഡെസ്ക്ടോപ്പ് യൂസ് റെക്കമെൻഡ് സിസ്റ്റം സെറ്റിംഗ്സ്. യെസ്, അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് വെച്ചിട്ട് ഇവിടെ പേഴ്സണലോ വർക്ക് ഇമെയിലോ വെച്ചിട്ട് കയറാൻ പറ്റും. ഐ സജസ്റ്റ് ഗൂഗിൾ സൈനിൽ വെച്ചിട്ട് പെട്ടെന്നാകുന്നതാണ്. ഓക്കെ, അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടിയെല്ലാം കഴിയും. ഗൂഗിൾ തന്നെ എല്ലാം പരിപാടി സെറ്റാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാനത് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ടെസ്റ്റ് ഇമെയിൽ ഉണ്ട്, അത് വെച്ച് ഞാൻ ഡോക്കറിലേക്ക് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. യെസ്, യൂസർ നെയിം കൊടുക്കുക. ഓക്കെ, ജിഷ്ണു കേക്സ്.
വിഷ്ണുക്ക് ഇനഫ് സൈൻ അപ്പ് ചൂസ് എ ഡിഫറെൻറ്റ് ഇത് ഇവരെ എന്തോ ഇഷ്യൂ കേട്ടോ. ഫൈനലി ഓൾമോസ്റ്റ് ഇടാന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്കർ ഡെസ്ക്ടോപ്പിന് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു സ്ക്രീനിലേക്ക് വരും. ജസ്റ്റ് നിങ്ങളെ റോൾ എന്താണ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കൊടുക്കുന്നു. അല്ല ജസ്റ്റ് ഇവിടെ സ്കിപ്പ് അടിച്ചാലും മതി. ജസ്റ്റ് എന്താണ് ഫോർ വർക്ക് അടിക്കാം, ഓർ ഐ ഡോണ്ട് നോ എന്ത് വേണമെങ്കിലും അടിക്കാം. ജസ്റ്റ് ഫോർ വർക്ക് അല്ല ലേണിംഗ് ഓർ ടീച്ചിങ് ലൈക്ക് ദാറ്റ് എന്തെങ്കിലും കൊടുക്കുക, കണ്ടിന്യൂ അടിക്കുക. ജസ്റ്റ് ഒരു സർവേന് വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡോക്കർ ഉണ്ട്, ഇമേജസ് ഉണ്ട്, വോളിയൂംസ് ഉണ്ട്, ബിൽഡ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി വരുന്ന സ്ലൈഡിൽ. ഓക്കെ, സോ നമ്മളിനി ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മുടെ ടെർമിനലിൽ പോയിട്ട് ഡോക്കർ വെർഷൻ, എന്നാലും നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ഡോക്കർ വരട്ടെ, എന്താണ് ഡോക്കർ വേർഷൻ. യെസ്, സക്സസ്ഫുള്ളി നമ്മുടെ ഡോക്കർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ വെർഷൻ കാണാം. ഓക്കെ, സീനൊന്നുമില്ല. ഓക്കെ, ഇൻസ്റ്റാളേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്, സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, ഒരുപാട് ഡൗട്ടും കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡൗട്ടിൻ്റെ എല്ലാ ക്ലിയറൻസും കിട്ടുന്നതാണ്. അതിപ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നതെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പ്സിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും തരാം. ഓക്കെ, സോ വാട്സപ്പ് ഗ്രൂപ്പിലാണ് കൂടുതലായി ആക്റ്റീവ് ആയിട്ടുള്ളത് നമ്മൾ. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ 1 ഇൻസ്റ്റാളേഷൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ലൈക്ക് ടെർമിനലിൽ നിങ്ങളുടെ ഡോക്കർ വെർഷൻ അടിച്ചിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, നമ്മൾ സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് ചെയ്ത ടാസ്കിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.